ബിഗ് ബോസ് മലയാളം സീസൺ 5 മറ്റുള്ള സീസണുകൾ വെച്ച് നോക്കുമ്പോൾ ബോറായിരുന്നു എന്ന് പൊളി ഫിറോസിൻ്റെ അഭിപ്രായം ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ്. സീസൺ 5 വിന്നർ അഖിൽമാരാർ ഫിറോസിൻ്റെ അഭിപ്രായത്തിന് മറുപടിയുമായി എത്തി. സീസൺ 5-ന് TRP കുറവായിട്ടുണ്ടെങ്കിൽ അത് പ്രേക്ഷകർ OTTയിൽ ഷോ കാണാൻ തുടങ്ങിയത് കൊണ്ടാണ് എന്നും സീസൺ 5 തന്നെയാണ് ഏറ്റവും കൂടുതൽ ലാഭം ചാനലിനും പ്രൊഡ്യൂസേഴ്സിനും ഉണ്ടാക്കി കൊടുത്തതെന്നും അഖിൽ പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ രജിത് കുമാർ തൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ യൂട്യൂബ് വഴി തുറന്നു പറഞ്ഞു. സീസൺ 5 ഫസ്റ്റ് ഹാഫ് വെറും ശോകമായിരുന്നുവെന്നും അതുകൊണ്ടാണ് ബിഗ് ബോസ് സംഘാടകർ ഡോക്ടർ റോബിനെയും റിയ സലീമിനെയും തന്നെയുമെല്ലാം ഷോയിലേക്ക് അവസാനം അയച്ചതെന്നും അതിന് ശേഷമാണ് സീസൺ 5 മത്സരാർത്ഥികൾ അല്പമെങ്കിലും ആക്റ്റീവായതെന്നും ഡോക്ടർ രജിത് കുമാർ അഭിപ്രായപ്പെട്ടു. ഏതായാലും 5 സീസണുകളും കണ്ടവർക്കറിയാം ഏതു സീസണായിരുന്നു മികച്ചതെന്ന്. സീസൺ 1-ൽ മികച്ച കണ്ടസ്റ്റൻസിനെ തന്നെയാണ് ഷോയിൽ പങ്കെടുപ്പിച്ചത്. ശക്തരായ കാൻഡിഡേറ്റ്സ് ശരിക്കും മത്സരിച്ച് തന്നെയാണ് ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും ഒടുവിൽ സാബുമോൻ വിന്നറായതും. പേളിമാണി വിന്നറാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിതമായിരുന്നു സാബുവിൻ്റെ വിജയം. രണ്ടാം സീസണിൽ ഡോക്ടർ രജിത് കുമാർ എന്ന ശക്തനായ കണ്ടസ്റ്റൻറ്റുമായി മറ്റ് മത്സരാർത്ഥികളെല്ലാം തന്നെ ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ കണ്ടത്. ഡോക്ടർ രജിത് കുമാർ അവിചാരിതമായി പുറത്തു പോയ ശേഷം കോവിഡ് കാരണം ഷോ നിർത്തിവെക്കുകയായിരുന്നു. മൂന്നാം സീസണിൽ ശക്തരായ പല കാൻഡിഡേറ്റ്സും ഉണ്ടായിരുന്നെങ്കിലും മണിക്കുട്ടൻ്റെ വിജയം പലർക്കും അത്ര ബോധിച്ചില്ല. കിട്ലൻ ഫിറോസും സായിയും ഡിംപിളുമെല്ലാം മികച്ച മത്സരാർത്ഥികൾ തന്നെയായിരുന്നു. സീസൺ 4-ൽ ഡോക്ടർ റോബിൻ തുടക്കം മുതൽ ജനപിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം പുറത്തായതും പിന്നീട് ദിൽഷ വിന്നറായതും ധാരാളം കോൺട്രവേഴ്സീസിന് വഴിതെളിച്ചു. സീസൺ 4 തീർന്നിട്ടും ഡോക്ടർ റോബിനും ജാസ്മിനും ദിൽഷയുമെല്ലാം പുറത്ത് ധാരാളം സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു. സീസൺ 5-ൽ തുടക്കത്തിൽ ആക്റ്റീവല്ലാതിരുന്ന അഖിൽ പിന്നെ ഷോ തൻ്റേതാക്കുകയായിരുന്നു. അദ്ദേഹം മെനഞ്ഞ തന്ത്രങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യവും ഒരു പരിധിവരെ വിന്നറാകുവാൻ അഖിലിനെ സഹായിച്ചു. പിന്നെ TRPയെപ്പറ്റി ഉള്ള അഭിപ്രായങ്ങൾ ആർക്കും ശരിയായ ഒരു അസസ്മെൻറ്റ് നടത്താൻ പറ്റാത്ത വിഷയമാണ് എന്നതാണ് ശരി. ഏത് സീസണായിരുന്നു മെച്ചം എന്നതും വ്യക്തിപരമായി പറയുന്നതിനേക്കാൾ പ്രേക്ഷകരുടെ അഭിപ്രായമാണ് നോക്കേണ്ടത്. സീസൺ 5-നെ പറ്റി അഖിൽമാരാർ പറഞ്ഞതും ഡോക്ടർ രജിത് കുമാർ പറഞ്ഞതും ഒരു പരിധിവരെ ശരിയാണ്. OTT വന്നതിൽ പിന്നെ പലരും ഷോ കാണുന്നത് മാറ്റി OTTയിൽ കാണാൻ തുടങ്ങി എന്നത് സത്യമാണ്. ഡോക്ടർ രജിത് കുമാർ പറഞ്ഞതുപോലെ സീസൺ 5 തുടക്കത്തിൽ ശോകവുമായിരുന്നു. ഏതായാലും സീസൺ 6-ൽ ശക്തരായ കാൻഡിഡേറ്റ്സ് വന്നാൽ ചാനലിൻ്റെ TRP കൂടും എന്നത് ഉറപ്പാണ്. അതുപോലെ ലേറ്റായി കൺഫർമേഷൻ കൊടുത്താൽ കണ്ടസ്റ്റൻസിനെ ആലോചിച്ചും ഒത്തുകളിക്കാനും ഉള്ള സാധ്യത കുറയും. ഇവയൊക്കെ തന്നെയാവണം ഇത്തവണ കണ്ടസ്റ്റൻസിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഫൈനൽ തീരുമാനം ഉണ്ടാവാത്തത്.